Hi everyone. So this is a special video. അങ്ങനെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാനൊരു കാരണമുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടു കാണാം. ഒരു റയറസ്റ്റ് കോമ്പിനേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ. റയറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദി വേൾഡ് നോക്കുമ്പോൾ റയറസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും നമ്മുടെ ഇവിടെ ഇതിനുള്ള കോഴ്സ് പോസിബിലിറ്റീസ് വളരെ സാധ്യത കുറവുള്ള അല്ലെങ്കിൽ വളരെ കുറവാണ് ഇതിൻ്റെ കോഴ്സുകളുടെ എണ്ണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കോഴ്സാണ് നിങ്ങൾ കണ്ട പോലെ തന്നെ മെഡിക്കൽ പ്ലസ് എഞ്ചിനീയറിംഗ്. നമ്മുടെ IIT മദ്രാസിൻ്റെ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ BS ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സിൻ്റെ BS പ്രോഗ്രാം, ദാറ്റ് ഈസ് 4 വർഷ BS പ്രോഗ്രാം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അനൗൺസ് ചെയ്തിട്ട് കുറച്ച് ഡേയ്സ് ആയി. നാളെയാണ് ഈ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നാളെ കൃത്യം 4:59, ദാറ്റ് ഈസ് കൃത്യമായി പറഞ്ഞാൽ 5 മണിക്ക് മുമ്പ് വരെയാണ് ശരിക്കും ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയമെന്ന് പറയുന്നത്. സോ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒന്നെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചു പോകുന്നവർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പഠിച്ചു പോകുന്നവർ. ബട്ട് യു നോ ദാറ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ശരിക്കും എന്തുണ്ട്, മെഡിക്കൽ സയൻസിലുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ശരിക്കും BS ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഫിസിയോളജിസ്റ്റായി മാറാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജിയെ കുറിച്ചൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ആ ആളുടെ കോഴ്സിൽ ആൾ ഹ്യൂമൻ ഫിസിയോളജിയെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ഫിസിയോളജി, അതിൻ്റെ പ്രോഗ്രാമിംഗ് എഫക്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സ്പെക്ട്സിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്യാവശ്യം ഒരു പ്രാധാന്യം കൊടുത്തതിന് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ വർഷം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആക്ച്വലി നാളെ കൊണ്ട് കഴിയുകയാണ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ നിലവിൽ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു എയിം വെച്ച് പഠിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പഠിച്ച് ആഗ്രഹിച്ച് നല്ല സ്കോപ്പോടെ തന്നെ ജോലിക്ക് ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ തന്നെയാണ് ശരിക്കും BS ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ ഫിസിയോളജിയിലെ കണ്ടന്റ്സും നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സുമാണ്. സോ ദാറ്റ് മീൻസ് അതും IIT മദ്രാസിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചിറങ്ങുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള, വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡിലേക്കാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, കയറി പോകുന്നത്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പ്രയോറിറ്റീസ് ആണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് പല തരത്തിലുള്ള ഫീൽഡുകളിലേക്ക് നിങ്ങളുടെ ഒരു തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. സോ ഞാൻ BS ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ എലിജിബിലിറ്റിയെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അതായത് നാളെ കൃത്യം തീരുകയാണ്. അതിന് മുമ്പ് തന്നെ നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യാത്തവർ, അറിയാത്തവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് IIT ആണ്. അതായത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതായത് നമ്മുടെ BS പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ഉറപ്പായിട്ടും ഐസറിൻ്റെ ആപ്ലിക്കൻസിൻ്റെ റാങ്കിൻ്റെ ബേസിലായിരിക്കും സോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ +2 എലിജിബിലിറ്റി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി, OBC കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ 60% ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് 60% അബോവ് ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ടായിരിക്കണം. SC ST ആണെങ്കിൽ 55% ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, നിങ്ങൾ ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒക്ടോബർ 1, 1998 ശേഷം ജനിച്ചവരായിരിക്കണം എന്നൊരു നിബന്ധനയും കൂടെ നമ്മുടെ IITM ഈ കോഴ്സിലേക്ക് ക്ഷണിക്കുമ്പോൾ ശരിക്കും പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കോഴ്സിന്റെ പ്രത്യേകത, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ടോട്ടൽ 30 സീറ്റ്സ് ആണ്. മൊത്തം 30 സീറ്റ്സ് ആണ് ഇതിലുള്ളത്. അതിൽ 12 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ മെറിറ്റിൽ പോകുന്നതും ബാക്കി റിസർവേഷൻ ബേസിൽ പോകുന്നതുമാണ്. അതെല്ലാം ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് റാങ്കിന്റെ ബേസിലായിരിക്കും ശരിക്കും അത് കാറ്റഗറൈസ് ചെയ്യുക. 4 വർഷത്തെ പ്രോഗ്രാമാണ്. IITM ക്യാമ്പസിൽ തന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരിക്കും ഈ കോഴ്സിന്റെ ഇതെല്ലാം നടക്കുക. അപ്പം വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ വർഷം ഐസറിനോ അല്ലെങ്കിൽ JEEക്കോ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നീറ്റിനോ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗും പ്ലസ് മെഡിക്കലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷമാണെങ്കിലും പഠിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശവും അത് തന്നെയാണ്. കൂടുതൽ കോഴ്സുകളെ പരിചയപ്പെടുക, കൂടുതൽ ജോലി സാധ്യതയുള്ളതും എന്നാൽ നല്ല സ്കോപ്പ് ഓഫ്, നല്ല എന്താ പറയുന്നത്, ഇൻട്രസ്റ്റോടെ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നതായ കോഴ്സുകളെ പരിചയപ്പെടുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ ഈ BS ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് ഈ വർഷം അപ്ലൈ ചെയ്യുന്നവർ നാളെക്കുള്ളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നിർബന്ധമായും ഐസർ പോലുള്ള എക്സാമുകൾ എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. സോ mst.iitm.ac. എന്ന വെബ്സൈറ്റ് വഴിയാണ് ശരിക്കും നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത്. അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അവരുടെ ബ്രോഷർ ഉണ്ട്. ആ ബ്രോഷറൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് ജനറൽ കാറ്റഗറി, OBC കാറ്റഗറിക്കും. അതേസമയം SC ST PW കാറ്റഗറീസിന് 250 റുപ്പീസുമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്.
അപ്പം കോഴ്സിൻ്റെ സാധ്യതകളൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് IITM-ന്റെ MST നമ്മൾ പറഞ്ഞ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് നല്ലൊരു കോഴ്സിൽ നിങ്ങൾ മാക്സിമം കയറാൻ ശ്രമിക്കുക. ഇനിയും ഇതുപോലുള്ള കോഴ്സ് റിലേറ്റഡ് വെറൈറ്റി കോഴ്സ് റിലേറ്റഡുള്ള വീഡിയോസുമായി ഇനിയും കാണാം. ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. All the very best.